ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് തന്നെ നല്ല മധുരത്തിലാണ്. സൂപ്പറായിട്ടുള്ള നാടൻ ഇലയടയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് എന്താ സ്പെഷ്യൽ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് സ്ഥലം മുംബൈയാണ്. അപ്പോൾ നമുക്ക് വളരെ അപൂർവമായിട്ട് ഇതുപോലെ വാഴയിലൊക്കെ കിട്ടും. ആ സമയത്ത് ഇതുപോലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇലയട ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി അല്ലേ നമുക്ക്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും ഇത്തിരി ലൂസായ രീതിയിൽ ആട്ട കുഴച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിലോട്ട് നല്ല കട്ടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെല്ലത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുവേ. ഇത് ഞാൻ ഇങ്ങനെ പൗഡറായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. കട്ട വെല്ലാണെങ്കിൽ അത് കുത്തിപ്പൊട്ടിക്കലൊക്കെ രാവിലെ മെനക്കെട്ട പണിയാണ്. കാരണം മോന് 7 മണിക്ക് സ്കൂളിൽ പോകണേ. അപ്പോഴത്തേക്ക് അവൻ്റെ 2 ടിഫിനും ഒക്കെ റെഡി ആവണം. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ടുണ്ട് ഈ പൗഡർ വാങ്ങിയത്. സാധാരണ വെല്ലത്തിൻ്റെ അതേ സെയിം ആ വെല്ലത്തിൻ്റെ തന്നെ പൊടി തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ കൃത്രിമമായിട്ടുള്ള ഒന്നുമല്ല കേട്ടോ. അപ്പം നല്ല കട്ടിയിൽ തേങ്ങ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ വെല്ലപ്പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ട് ഞാനിത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5, 6, 7 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാട്ടിൽ നിന്ന് അമ്മ വെറുതെ ബാഗിൽ 2 ഇല എടുത്ത് വെച്ചിട്ട് വന്നതാണ്. അധികമൊന്നും കൊണ്ടുവന്നിട്ടില്ല, കീറി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിടക്കെ വീട്ടിൽ അമ്മേൻ്റെ അടുത്തും 2, 3 ഇല വെച്ചു എൻ്റെ അടുത്തും കൊണ്ടു തന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ നല്ല വൃത്തി അതൊക്കെ പരത്തി മടക്കി സെറ്റാക്കിയിട്ട് നമ്മളെ ഇഡ്ഡലി പാത്രത്തിൽ തലങ്ങും ബേലങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കേ. എന്നിട്ട് ആ മൂടി കൂടി അങ്ങ് അടച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങ് തീ കൊടുത്തു വിട്ടാ. കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഇതുപോലെ ആവി ഇങ്ങനെ പോകുന്നുണ്ട്. അയ്യോ എൻ്റെ ഇലയുടെ റെഡിയായേ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഓടിപ്പോയി തുറന്നു നോക്കിയതാണേ. അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി ആവാനുണ്ടേ. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോൾ ഇതാ ഇലയുടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇലയുടെയും അതുപോലെ തന്നെ അതിൻ്റെ ഇലയും ഒക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ തുറക്കുമ്പോഴൊരു മണം ഉണ്ടല്ലോ, ആ തേങ്ങയുടെയും വെല്ലത്തിൻ്റെയും അതുപോലെ തന്നെ വാടിയ വാഴയിലയുടെ ഒക്കെ മണം. അതന്നെ മതി നമുക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. ഞാനിതാ ഒരു ഗ്ലാസ് ചായയും പിന്നെ അതുപോലെ തന്നെ ഒരു ഇലയുടെ എടുത്തിട്ട് എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി ഞാനിവിടെ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. നല്ല വൃത്തിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തേങ്ങയും വെല്ലമൊക്കെ നന്നായിട്ട് മിക്സായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നേ. ഒരു രക്ഷയില്ല. നാട് വിട്ട് നിൽക്കുന്ന നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ മോനും ഇതുപോലെയുള്ള ടേസ്റ്റുകളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങൾ